ഹലോ എവരിവൺ, IDBI ബാങ്കിലേക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വേക്കൻസിയും അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് ഒയിൽ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള വേക്കൻസികൾ നോക്കാം. അഹമ്മദാബാദ്, ബംഗളൂരു ഒക്കെ, ഭോപ്പാൽ, ചെന്നൈ 70, ഡൽഹി 130. ഡൽഹിയും മുംബൈയുമാണ് കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. 130 വേക്കൻസീസ് ആണുള്ളത്. പിന്നെ കേരളത്തിലുള്ളവർക്ക് കൊച്ചി 55 വേക്കൻസീസ് ആണുള്ളത്. UR 23 വേക്കൻസി, SC 7 വേക്കൻസി, ST 6 വേക്കൻസി, OBC 14 വേക്കൻസി, EWS 5 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 55 വേക്കൻസീസ് ആണ് വരുന്നത്. ടോട്ടലായിട്ട് മൊത്തത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും ചേർന്ന് IDBI ബാങ്കിലേക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് 1100 വേക്കൻസീസിലേക്കാണ് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് ഓഫ് പോസ്റ്റിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു ഇന്ത്യയിലുള്ള ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. 60% ജനറൽ കാറ്റഗറിക്കും EWSനും OBCക്കും 55% SC ST PWD കാൻഡിഡേറ്റ്സിനും ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മിനിമം ഏജ് 20 ഇയേഴ്സും മാക്സിമം 25 ഇയേഴ്സ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുള്ളത് മാർച്ച് 6-നാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മാർച്ച് 8-ലാണ്. അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 19-ആണ്. ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 12, 2026-നായിരിക്കും എക്സാം എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 19-ആണ്, മാർച്ച് 19-ആണ് ലാസ്റ്റ് ഡേറ്റ്. സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയുന്ന പോലെ തന്നെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനുശേഷം സെലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പോസ്റ്റിലേക്ക് സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ബാങ്ക് എക്സാംസ് ഒക്കെ എഴുതുന്നതെങ്കിൽ അപ്പം നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത് എന്നാണ്. ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 60 മാർക്കിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും മാക്സിമം മാർക്ക് 60-ആണ്. ടൈം 40-ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40, മാക്സിമം മാർക്ക് 40-ആണ്. ടൈം അലോട്ടഡ് ചെയ്തിട്ടുള്ളത് 20-ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40-ആണ് മാക്സിമം മാർക്ക്. ടൈം 35-ആണ്. ജനറൽ അവയർനെസ് ഉണ്ട് 60-ആണ് മാക്സിമം മാർക്ക്. 25-ആണ് ടൈം അലോട്ടഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 200-ഉം മാക്സിമം മാർക്ക് 200-ഉം ടൈം 120-ഉം വരുന്നത്. അപ്പോൾ 200 മാർക്കിലാണ് എന്തുള്ളത് ക്വസ്റ്റ്യൻസ് ഉള്ളതും അതുപോലെ തന്നെ മാക്സിമം മാർക്ക് 200-ലാണ് വരുന്നത്. അപ്പോൾ പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് ഉണ്ട്. റോങ് ആൻസേഴ്സിന് 1/4 റൂളാണ്. 0.25 മാർക്കാണ് ഡിഡക്റ്റ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ഫീസിൻ്റെ പറയുകയാണെങ്കിൽ ഫീസ് വരുന്നത് 250-ആണ്. SC STക്കും PWD കാൻഡിഡേറ്റ്സിനൊക്കെ 1050-ആണ്. ജനറൽ കാൻഡിഡേറ്റ്സിനും ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്നത് 1050 റുപ്പീസാണ് വരുന്നത്. ഇനി നമുക്ക് അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ വേക്കൻസീസ് നോക്കാം. അസിസ്റ്റൻറ്റ് മാനേജറിന് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി 200-ആണ്. അൺറിസർവ് URന് 81, SCക്ക് 30, STക്ക് 15, OBC 54, EWS 20, അങ്ങനെ PWക്ക് അങ്ങനെയൊക്കെയാണ്. ഒരു 200 സംതിങ് വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് Aക്ക് ഗ്രാജുവേറ്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. ഏതെങ്കിലും പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ്, റീജിയണൽ, റൂറൽ ബാങ്ക്സിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ ബ്രാഞ്ച് ബാങ്കിങ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ, റീറ്റെയിൽ അസറ്റ്, ക്രെഡിറ്റ്, സെയിൽസ് എല്ലാത്തിനും എന്തായിരിക്കണം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 21-ആണ് മിനിമം ഇയർ. മാക്സിമം ഇയർ വരുന്നത് 30-ആണ്. അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെയും ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 8-നാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് 19/2026-നാണ്. ടെൻറ്റേറ്റീവ് ഡേറ്റ് ഏപ്രിൽ 12-നാണ് 2026-ആണ്. മറ്റേത് ഏപ്രിൽ 12, 2026 മോർണിംഗ് സെഷൻ ആണെങ്കിൽ ഇവിടെ ആഫ്റ്റർനൂൺ സെഷനാണ് വരുന്നത്. എക്സാം പാറ്റേൺ ഒക്കെ സെയിം ആണ്. നേരത്തെ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് എക്സാം പാറ്റേൺ ഒക്കെ വരുന്നത്. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജറിനെ പോലെ തന്നെയാണ്. 1050-ആണ് ഇത് വരുന്നത്, ഫീസ് വരുന്നത്. അപ്പം എല്ലാവരും ആഗ്രഹമുള്ളവർ ബാങ്ക് ജോലി സ്വപ്നം കാണുന്നവരൊക്കെ അപേക്ഷിക്കുക. അപ്പോൾ താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.